നമസ്കാരം. അജിത് കുമാറിന് കേരള ശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിക്കാൻ സർക്കാർ തീരുമാനിച്ചു. കാര്യം വേറൊന്നുമല്ല, ശ്രേഷ്ഠകരമായ നിരവധി ജോലികളൊക്കെ ചെയ്ത് ശ്രേഷ്ഠ സേവനമൊക്കെ നടത്തി മിക്കവാറും DGP ആവും. കാര്യം ക്ലീൻ ചിറ്റ് നൽകി കഴിഞ്ഞു. DGP ആകാൻ വേണ്ട എല്ലാ യോഗ്യതകളും ഒത്തിണങ്ങിയ സാർവഭൗമനായ ഒരു മനുഷ്യനാണ് സത്യത്തിൽ അജിത് കുമാർ എന്നുള്ള തരത്തിലാണ് സർക്കാരിൻ്റെ പുതിയ ഭാഷ്യം. മന്ത്രിസഭയും അതിന് അനുമതി നൽകിക്കഴിഞ്ഞ വാർത്ത നമ്മൾ കേട്ടു. മിക്കവാറും ജൂലൈ മാസത്തോടു കൂടി കേരളത്തിൻ്റെ പുതിയ DGP ആയി നമ്മുടെ അജിത് കുമാർ ഏട്ടൻ വരുന്ന കാര്യം 100% ഉറപ്പിക്കാവുന്നതാണ്. ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് കേന്ദ്രത്തിനൊന്നും പറയാനില്ല. കാര്യം എന്താണെന്ന് നമുക്ക് വിശദമായി അറിയാം. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ അജിത് കുമാറിൻ്റെ പേരിൽ കുറച്ച് കേസുകൾ ഉണ്ടായിരുന്നു. അത് ഈ PV അൻവർ എന്ന് പറയുന്ന MLA നമ്മുടെ സർക്കാരിനെ ചൊടിപ്പിച്ചുകൊണ്ട് നടത്തിയ ചില കൈവിട്ട പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. ആ പ്രഖ്യാപനങ്ങൾ ഒന്ന്, ഈ പറയുന്ന അജിത് കുമാർ വഴിവിട്ട സ്വത്ത് സമ്പാദനം നടത്തി കള്ളപ്പണം വെളുപ്പിച്ചു. ഒന്ന്, ഈ പറയുന്ന RSS നേതാക്കന്മാരുമായി പലയിടങ്ങളിലായി കൂടിക്കാഴ്ച നടത്തി അങ്ങനെ പൂരം അലങ്കോലപ്പെടുത്തി. പിന്നെയോ SP ഓഫീസിലെ മരം മുറി കേസ്, സ്വർണം പൊട്ടിക്കൽ, ഇമാതിരി അഹമ്മദികളൊക്കെ കാണിച്ച് എന്ന് PV അൻവർ പറയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ആരോപണ വിധേയനായ ഒരാളായിരുന്നു അജിത് കുമാർ IPS എന്ന് നമുക്കറിയാം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സർക്കാർ ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. കൊള്ളാം, എല്ലാവരും കൈയടിച്ചു. സർക്കാരിൻ്റെ വിജിലൻസ് അന്വേഷണം പുരോഗമിക്കട്ടെ. ഒടുവിൽ അജിത് കുമാർ കള്ളനാണ്, കുറ്റവാളിയാണ്, സ്വർണ്ണക്കടത്തുകാരനാണ് എന്നൊക്കെയുള്ളൊരു പേരുദോഷവും പേറി അജിത് കുമാർ വീട്ടിൽ പടിയടച്ചു പോയി ഇരിക്കുമെന്ന് കരുതിയവർക്കെല്ലാവർക്കും തെറ്റിയെന്ന് പറഞ്ഞാൽ അടപടലം തെറ്റി. അങ്ങനെ തെറ്റിയപ്പോൾ അജിത് കുമാറിനെ പോലെ ക്ലീൻ ഇമേജ് ഉള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ന് നിലവിൽ നമ്മുടെ കേരള പോലീസിൽ ഇല്ലത്രേ. അത്രത്തോളം വൈശിഷ്ട്യമേറിയ ഒരു ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ. പാവം, നമ്മളൊക്കെ ഒരുപാട് അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു പോയി. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി. ആ കാൽപാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പിരക്കേണ്ടി വരും മലയാളികളെ നിങ്ങൾ ഓരോരുത്തരും എന്ന് വിജിലൻസ് നമ്മോട് ഉച്ചത്തിൽ വിളിച്ച് പറയുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതായത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, സ്വർണ്ണക്കടത്ത് കേസിലോ, അതായത് ഈ സ്വർണം പൊട്ടിക്കൽ കേസുണ്ടല്ലോ, PV അൻവർ പറഞ്ഞൊരു വലിയ കേസതാണ് സ്വർണം പൊട്ടിക്കുന്നതിന് വേണ്ടി കൂട്ടുനിന്നു എന്നുള്ളത്. അതോടൊപ്പം ഡാൻസ് ഓഫ് നടത്തിയ പ്രശ്നങ്ങളെക്കുറിച്ചും അതിനകത്തെല്ലാം ഈ പറയുന്ന അജിത് കുമാറിന് പങ്കുണ്ടായിരുന്നു എന്നാണ് അന്ന് PV അൻവർ പറഞ്ഞത്. പിന്നെ ഈ SP ഓഫീസിൽ നിന്ന് മരം മുറിച്ച് കടത്തിയ കേസ്, അതിലും അജിത് കുമാറിന് പങ്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നേരിട്ട് അജിത് കുമാറിനെ ബന്ധിപ്പിക്കുന്ന യാതൊരു തെളിവുകളും വിജിലൻസിന് ലഭിച്ചില്ല. കൊള്ളാം. പിന്നെ എന്തോന്ന് അന്വേഷണം? ആൻറ്റി കറപ്ഷൻ എന്നുള്ളത് ഏത് ആൻറ്റിയുടെ കറപ്ഷൻ എന്ന് ചോദിക്കേണ്ടി വരും വിജിലൻസെ നിങ്ങളോട് എന്ന് നമ്മൾ കേരളീയർ പറയേണ്ടി വരും. അപ്പോൾ അജിത് കുമാറിന് ആ പറയുന്ന കേസുകളിലൊന്നും യാതൊരു പങ്കുമില്ല. പകരം പറ്റിപ്പോയ എന്താണെന്നറിയാമോ? അബദ്ധം പറ്റിയത് PV അൻവറിനാണ്. PV അൻവർ കൊണ്ടുവന്നതിൽ വ്യക്തമായ തെളിവുകളില്ല എന്നാണ് പറയുന്നത്. PV അൻവർ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതൊന്നും തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതായിരുന്നില്ല എന്ന് പറയുന്നു. PV അൻവർ പറഞ്ഞത് കള്ളമാണ്, പച്ചക്കള്ളം, നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളം എന്ന് പറയേണ്ടി വരും. അപ്പോൾ ചോദിക്കാം, കവടിയാർ കൊട്ടാരത്തിന് സമീപം അതേപോലെ കൊട്ടാര സദൃശമായ ഒരു വീട് പണിതുയർത്താൻ അജിത് കുമാർ എന്ന് പറയുന്ന IPS കാരൻ എവിടുന്നാണ് പണം? അടുത്ത ചോദ്യം അതായിരുന്നു. അതിനും വിജിലൻസിന്റെ കയ്യിൽ ഉത്തരമുണ്ട്. എന്താണ് ആ ഉത്തരം എന്നറിയണ്ടേ? അതായത് ഈ പാവം പിടിച്ച മനുഷ്യൻ എവിടെയെല്ലാം കയറി ഇറങ്ങാമോ, ബാങ്കുകൾ മുഴുവൻ കയറി ഇറങ്ങി ഒടുവിൽ SBI ഒരു 1.5 കോടി രൂപ വായ്പയായി നൽകി. ഹോം ലോൺ എന്ന് നമ്മൾ പറയും. 1.5 കോടി രൂപ വായ്പയായി നൽകുകയായിരുന്നു. ആർക്ക്? അജിത് കുമാർ എന്ന് പറയുന്ന IPS കാരൻ. അല്ലാതെ കയ്യിൽ കാശ് വെച്ചുകൊണ്ട് പാവത്താൻ തുടങ്ങിയതല്ല. ഇവിടെ സാധാരണക്കാർ തിണ്ണനിരങ്ങി അവൻ്റെ മൂടും പോയി നടന്ന് ചെരുപ്പിൻ്റെ വാറും തേഞ്ഞാൽ പോലും ഇവിടെ ഒരു ലോണ് അനുവദിച്ച് കിട്ടാത്ത ഈ കാലഘട്ടത്തിലാണ് അജിത് കുമാറിന് 1.5 കോടി രൂപ അനുവദിച്ച് കിട്ടി. ഒരുപക്ഷെ ജോലിയുള്ളത് കൊണ്ടാവാം. ജോലിയുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു തുക അനുവദിച്ച് കിട്ടി. അപ്പോഴും ഇദ്ദേഹം എവിടെ നിന്ന് മോഷ്ടിച്ചതോ അല്ലാന്നുണ്ടെങ്കിൽ കള്ളപ്പണം ഉണ്ടാക്കിയതോ ഒന്നും ആയിരുന്നില്ല ഈ 1.5 കോടിക്ക്, അല്ലെങ്കിൽ അവിടെ പണിതുയർത്തുന്ന രാജസൗധം. അപ്പോൾ അവിടെയും വിജിലൻസ് അജിത് കുമാറിനെ ക്ലീനാക്കി മാറ്റി. നമ്മൾ എന്തിന് അദ്ദേഹത്തെ വീണ്ടും ക്രൂശിക്കണം?
എടാ, അപ്പാവിയായ ഒരു മനുഷ്യന് ഒരു ബാങ്കിൽ പോയി, SBI പോലൊരു ബാങ്കിൽ പോയി വായ്പ എടുത്തു, കവടിയാർ കൊട്ടാര സദൃശമായ ഒരു വീട് കവടിയാറിൽ തന്നെ നിർമ്മിച്ചു. അതിലൊക്കെ നമ്മൾ എന്തിന് കണ്ണുകടി ഉണ്ടാക്കണം? ഇതൊക്കെ കണ്ണുകടിയുടെ പ്രശ്നമാണെന്നേ. പാവപ്പെട്ട ആ മനുഷ്യൻ മര്യാദയ്ക്ക് ജീവിക്കുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ല, അതിൻ്റെ പ്രശ്നമാണ്. ഇത് സർക്കാർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് വിജിലൻസ് അന്വേഷണം ഈ രീതിയിൽ മതി എന്ന് സർക്കാർ തീരുമാനിച്ചത്. എങ്ങനെ മതി? ഈ രീതിയിൽ. അതായത് MR അജിത് കുമാറിനെ നോവിക്കാതെ, വേദനിപ്പിക്കാതെ, നുള്ളാതെ, അടിക്കാതെ ഉള്ള ഒരു വിജിലൻസ് റിപ്പോർട്ട്. അപ്പോൾ ചോദിക്കും, കുറവൻകോണത്തെ ഫ്ലാറ്റ് വിറ്റതോ? അതിനകത്ത് കൂടെ എന്താ ചെയ്തേ? കള്ളപ്പണം വെളുപ്പിക്കുകയല്ലായിരുന്നോ? ആ വലിയൊരു വിലയ്ക്കല്ലേ അത് വിറ്റത്? വാങ്ങിയതിനേക്കാൾ ഇരട്ടി വിലയ്ക്ക് വിറ്റു. അങ്ങനെ ഉണ്ടാക്കി പണമോ? അതൊരു കള്ളപ്പണം വെളുപ്പിക്കലല്ലേ? ആര് പറഞ്ഞു വെളുപ്പിക്കലാണെന്ന്? എടാ, ആ ഫ്ലാറ്റ് വാങ്ങിയിട്ട് 8 വർഷമായി. 8 വർഷത്തിന് ശേഷമാണ് ഫ്ലാറ്റ് വിറ്റത്. അപ്പോൾ ആ ഒരു ഫ്ലാറ്റിന് 8 വർഷം കൊണ്ടുണ്ടായ മൂല്യവർദ്ധനവ് എന്താ കാണാതെ പോകുന്നത്? ആ ഫ്ലാറ്റിന് വിലവർദ്ധന ഉണ്ടായെന്നേ. ഇപ്പൊ പണ്ടൊക്കെ ഇപ്പം ഈ പറയുന്ന നാഷണൽ ഹൈവേയുടെ സൈഡിലൊക്കെ കിടന്ന വസ്തുവിന് സർക്കാർ ലക്ഷക്കണക്കിന് രൂപയാണ് പതിച്ചു കൊടുത്തത്. നമുക്കറിയാം. പണ്ടൊക്കെ വിലയില്ലാതെ കിടന്ന ഭൂമിയായിരുന്നു. ദേശീയപാത വരുമ്പോൾ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളുകൾ വരുമ്പോൾ, അതോടൊപ്പം തന്നെ നഗരവികസനമൊക്കെ വരുന്ന സമയത്ത് അവിടെ ഇപ്പോൾ വിഴിഞ്ഞത്ത് നമുക്കറിയാം തീരെ വിലയില്ലാതെ കിടന്ന പല ഭാഗങ്ങളിലും ഇപ്പോൾ പോർട്ട് വന്നതോടുകൂടി അവിടെ വസ്തുവിന് വില കൂടി എന്ന് പറയുന്ന പോലെ ചില സാങ്കേതിക അല്ലെങ്കിൽ ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ വർഷം കഴിയും തോറും വസ്തുവിന് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഫ്ലാറ്റിന് വില കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ കൂടിയാണ് 8 വർഷം കൊണ്ട് വലിയൊരു വിലയിലേക്ക് എത്തി. അപ്പോൾ അദ്ദേഹം അത് വിറ്റു. കൂടിയ വില കിട്ടിയപ്പോൾ അദ്ദേഹം വിറ്റു. സ്വാഭാവികം അല്ലേ? അപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ്. അല്ലാതെ അവിടെ ചെറിയൊരു തുക കള്ളപ്പണം ഉണ്ടായിരുന്നത് കൊണ്ടുവന്ന് അവിടെ ഇറക്കുകയും പിന്നീട് ഇതിനെ രേഖാമൂലമാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഫ്ലാറ്റ് വലിയ തുകയ്ക്ക് വിറ്റ് തൻ്റെ നഷ്ടവും അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാഭമുണ്ടാക്കി എടുത്തു. അപ്പോൾ കണക്ക് കാണിക്കാം. എന്ത് കണക്ക് കാണിക്കാം? അതായത് ഞാൻ മേടിച്ചത് ഇത്ര രൂപയ്ക്കായിരുന്നു, അന്ന് എൻ്റെ കയ്യിൽ ഇത്രേ പണം ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് ഈ പണം എനിക്ക് തിരികെ, അത് വിറ്റു തുലച്ചല്ലോ. വിറ്റു തുലച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നതെല്ലാം ന്യായമായ കാശായിരിക്കും, സർക്കാരിന് ടാക്സ് ഒക്കെ കൊടുക്കുന്ന പൈസയാണ്. ഇത് മാത്രമല്ല, ഈ ഇടപാടുകളൊക്കെ നടത്തിയ വിവരം സർക്കാരിൻ്റെ അനുമതിയോടുകൂടി അല്ലെ സർക്കാരിനെ യഥാവിധി അറിയിച്ചിട്ടുമുണ്ടത്രേ. കണ്ടോ, എത്ര മാന്യനായ മനുഷ്യനാണ് MR അജിത് കുമാർ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഇത്രയും മാന്യനായ, ഇത്രയും ജെന്റിൽമാനായ, ഇത് ഒരു കെടുകാര്യസ്ഥതയുടെയോ സ്വജനപക്ഷപാതത്തിൻ്റെയോ അഴിമതിയുടെയോ ലേശം യൂണിഫോമിൽ പുരളാത്ത ഒരു തീർത്തും സാധാരണക്കാരനായ, ശുദ്ധനായ, നിഷ്കളങ്കനായ ഒരു മനുഷ്യനെയാണ് ഈ PV അൻവർ എന്ന് പറയുന്ന ആള് ഈ സമൂഹ മധ്യത്തിൽ തുണി ഉരിയിച്ച് നിർത്തിയത് എന്ന് പറഞ്ഞാലും അതിൽ അധികപ്പറ്റാവില്ല. യൂണിഫോം ഇല്ലാതെ നിർത്തിക്കളഞ്ഞു MR അജിത് കുമാറിനെ. പാവത്തിനെ ഈ കേരളത്തിലുള്ളവർ മുഴുവൻ എന്തോരം സംശയിച്ചു എന്ന് ആലോചിച്ച് നോക്കിയേ. പാവം, ശുദ്ധപാവം. പക്ഷേ ഇതിനെല്ലാം നന്ദി പറയേണ്ടത് പിണറായി വിജയൻ സർക്കാരിലെ ഈ വിജിലൻസിനോടാണ് എന്ന് MR അജിത് കുമാർ ഓർത്തോണം. ഇത്രയും ക്ലീനായ ഒരു റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ എൻ്റെ ലൈഫിൽ ആരും കണ്ടിട്ടില്ല. ഇത്രയും ക്ലിയർ ആയിട്ട് ഒരുപക്ഷെ MR അജിത് കുമാറിന് പോലും ഈ കേസിനെ അന്വേഷിച്ച് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ പറ്റില്ല. അതായത് MR അജിത് കുമാർ തൻ്റെ പേരിലുള്ള ആരോപണത്തെക്കുറിച്ച് സ്വയം അന്വേഷിച്ചാൽ പോലും എവിടെയെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാവും. അതൊന്നുമില്ല. അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ, നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് MR അജിത് കുമാർ എന്ന് വരച്ചെഴുതി വിജിലൻസ് റിപ്പോർട്ട് ഉടനെ കൈമാറും. ഇതോടുകൂടി ഇപ്പോൾ പ്രശ്നം നിങ്ങളുടെ എല്ലാം കണ്ണുകടി തീർന്നല്ലോ. എല്ലാവരുടെയും കണ്ണുകടിയൊക്കെ മാറി ഓക്കെ ആയില്ലേ? കാര്യം എന്താ? ഇവിടെ DGP ആക്കാൻ പോകുന്നു കേട്ടപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞു വരുത്തിയത്? RSS നേതാവായിട്ട് കൂടിക്കാഴ്ച നടത്തിയ ഒരാൾ, കള്ളപ്പണം കൊണ്ടുവന്ന ആൾ, ഇവിടെ അനധികൃത സ്വത്ത് സമ്പാദിച്ച ആൾ. ഇപ്പം തീർന്നില്ലേ എല്ലാം? ഇപ്പം കൃത്യമായില്ലേ? എല്ലാവർക്കും തൃപ്തിയായില്ലേ? കാര്യം എന്താ? ഈ മനുഷ്യൻ അങ്ങനെ ഒന്നും ഉള്ള ഒരു മനുഷ്യനല്ല. വളരെ പഞ്ചപാവം പിടിച്ച പച്ചവെള്ളം ചവച്ചിറക്കി മാത്രം കുടിക്കുന്ന ഒരു സാധാരണക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനെ ഈ പറയുന്ന പൊതുജന മധ്യത്തിൽ ഇങ്ങനെ നിർത്തിയപ്പോൾ PV അൻവറെ, നിങ്ങൾക്ക് എന്ത് മനസമാധാനമാണ് കിട്ടിയത്? ഒരുപക്ഷെ അതിൻ്റെ ശാപമായിരിക്കാം, അല്ലെങ്കിൽ ഈ MR അജിത് കുമാറിൻ്റെ ശാപമായിരിക്കാം നിങ്ങളെ ഇങ്ങനെ അലയാൻ വിടുന്നത്. എന്തായിരുന്നാലും PV അൻവറിന് ഇക്കാര്യത്തിലൊന്നും യാതൊരു വിശ്വാസമില്ല. കാര്യം എന്താ? തോന്നിവാസം കാണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം PV അൻവറിന് നന്നായി അറിയാം. അതുകൊണ്ട് ഇതിനെതിരെ കോടതിയിലേക്ക് നീങ്ങാനുള്ള തീരുമാനവും PV അൻവർ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നല്ല തീരുമാനം. ഇനി കോടതി വഴി മൂവ് ചെയ്യണം. കോടതി വഴി മൂവ് ചെയ്തിട്ട് ഈ പറയുന്ന MR അജിത് കുമാർ തെറ്റുകാരനാണെങ്കിൽ ഉറപ്പായും ഈ കാണിച്ചു കൂട്ടിയത് ഏത് വിജിലൻസ് ആണെന്ന് പറഞ്ഞാലും കൃത്യമായ അന്വേഷണം ഉണ്ടാകണം. അന്വേഷണത്തിലൂടെ ഈ പറയുന്ന അജിത് കുമാർ കാണിച്ച തോന്നിവാസമെല്ലാം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പൊതുജനം അറിയണം.
കാരണം എന്താ? പൊതുജനം കഴുതയല്ല.